السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله مولانا العظيم. رحم الله امرأ سهل البيع وسهل الشراء وسهل الاقتلاء. صدق رسوله الأمين. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عضلت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. പ്രിയമുള്ളവരെ, കഴിഞ്ഞയാഴ്ച ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രഭാഗങ്ങൾ സന്ദർഭോചിതമായി പറയുകയാണുണ്ടായത്. അതിനു മുമ്പ് നാം സംസാരിച്ച് വന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. കച്ചവടത്തിലെ ചൂഷണങ്ങളും അക്രമങ്ങളുമൊക്കെയാണ് നാം പറഞ്ഞു തുടങ്ങിയത്. പ്രിയമുള്ളവരെ, എല്ലാവിധ ചൂഷണങ്ങളുടെയും പഴുതുകളടച്ച ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നും എന്നും ലോകത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതി, സാമ്പത്തിക നയം ചൂഷണങ്ങൾ ഉൾക്കൊണ്ടത് തന്നെയാണ്. സമ്പന്നന്മാർ എന്നും സമ്പന്നന്മാരായും ദരിദ്രന്മാർ എന്നും ദരിദ്രന്മാരായും നിലനിൽക്കുന്ന
നിലനിർത്താൻ സഹായകമാകുന്ന സാമ്പത്തിക വ്യവസ്ഥിതികളാണ് ലോകത്ത് പരക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനും മോചനത്തിനും വേണ്ടി ശബ്ദിക്കുന്ന വിഭാഗങ്ങൾക്ക് എന്നും പാവപ്പെട്ട തൊഴിലാളികൾ വേണം അധികാരം സംരക്ഷിക്കാൻ. എന്നാൽ ദീനുൽ ഇസ്ലാമിന്റെ നയം, സാമ്പത്തിക രംഗത്തുള്ള നയം അതല്ല. ദരിദ്രരെ കൈപ്പിടിച്ചുയർത്തി അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നവരെ മോചിപ്പിക്കുന്ന വ്യവസ്ഥിതി ലോകം കണ്ടതാണ്, ചരിത്രത്തിൽ സംഭവിച്ചതാണ്. സക്കാത്ത് കൈപ്പറ്റാൻ പറ്റുന്ന ഒരു ദരിദ്രൻ പോലുമില്ലാത്ത ഒരു ലോകം, ഒരു രാജ്യം മഹാന്മാരായ ഖലീഫമാരുടെ ഭരണകാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തില് സക്കാത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു അർഹനെ കണ്ടെത്താനാകാത്ത യുഗം ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ മനോഹരമായ സുരക്ഷിതമായ ഇസ്ലാമിന്റെ സാമ്പത്തിക നയം ലോകത്താകമാനം നടപ്പിലാക്കാനൊന്നും നമ്മെക്കൊണ്ട് സാധിക്കില്ല. ഇസ്ലാമിന്റെ സാമ്പത്തിക നയം നല്ലതാണെന്ന് അമുസ്ലിങ്ങളായ ബുദ്ധിജീവികളിൽ പലരും, നിഷ്പക്ഷമതികളായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ പലരും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയം ക്ലിയറും കുറ്റമറ്റതും പ്രായോഗികവും സമൂഹത്തിന് നീതി സമ്മാനിക്കുന്നതുമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ മനോഹര മുഖത്ത് കരിവാരിത്തേക്കുന്ന ഒരു പ്രവണത യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സയനിസ്റ്റുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ മനോഹരമായ ഇസ്ലാമിക നയങ്ങളെ എന്നും കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിൽ ഒരുത്തൻ ഇപ്പൊ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അയാളെ പേര്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നവോത്ഥാന നായകൻ കേരളത്തോട് ഏതൊക്കെ നന്മകൾ പറഞ്ഞോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ഒരു SNDP നേതാവ്. മദ്യമായി അടുക്കരുത് എന്ന് പറഞ്ഞപ്പോ അങ്ങേര് 1-ാം നമ്പർ അബ്കാരി കോൺട്രാക്ടറാണ്. ജാതിയും വർഗീയതയും പറയരുത് എന്ന് പറഞ്ഞപ്പോ അയാൾ ജാതി തന്നെ പറയാ, വർഗീയത തന്നെ പറയാ. ഇപ്പൊ മുസ്ലിങ്ങളുടെ നെഞ്ചത്താണ് അങ്ങേര് കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങേരെ കണ്ടെത്തൽ. ഗുരു എന്തൊക്കെ പറഞ്ഞോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് അവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം. അവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം. ഞാനും എന്റെ ജാതിയും എന്റെ ഗ്രൂപ്പും ഏതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെ സുഖം വേണം, അത് മറ്റു ആളുകൾക്കും കിട്ടണം. ഇതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പിൻഗാമി എന്ന് അവകാശപ്പെടുന്ന ഈ മനുഷ്യന് ചുമ്മാ മുസ്ലിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ല. ഇസ്ലാമിന്റെ നയങ്ങൾ അത് മനോഹരമാണെന്നും നീതിയുള്ളതാണെന്നും തികച്ചും പ്രായോഗികമാണെന്നും നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ അംഗീകരിക്കുമ്പോൾ ലോകത്തെന്നും അതിന് എതിർപ്പുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നയം, സാമ്പത്തിക രംഗത്തുള്ള നയം ലോകത്താകെ നടപ്പിലാക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. പക്ഷേ മുസ്ലിങ്ങളായ നമ്മളൊക്കെയും ആ പരിശുദ്ധമായ മഹത്തമായ സാമ്പത്തിക നയം പിന്തുടർന്നാൽ നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കും, അതിന്റെ ലാഭവും കിട്ടും. എന്താണ് ഇസ്ലാമിന്റെ സാമ്പത്തിക നയം? എല്ലാവർക്കും സൗകര്യപ്രദമായ, മുതലാളിക്കും തൊഴിലാളിക്കും കച്ചവടക്കാരനും ഉപഭോക്താക്കൾക്കും എല്ലാവർക്കും സൗകര്യപ്രദമായ, ആശ്വാസകരമായ, അതിമനോഹരമായ, സുരക്ഷിതമായ നയം. അങ്ങനെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് വേണ്ടി ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങൾ അനുസരിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ എഴുതിയത്? പള്ളിയിൽ വരുന്ന നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം വരുന്നതാണോ? അല്ല.
മര്യാദക്ക് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് വേണ്ടി മുത്ത് റസൂൽ ദുആ ചെയ്ത ദുആ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്. എന്താണ് ആ അധ്യായത്തിന്റെ തലക്കെട്ടിന്റെ പേരെന്നറിയാമോ? ബാബു സുഹൂലത്തി വസ്സമാഹത്തി ഫിശ്ശറാഇ വൽ ബൈഅ. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു അധ്യായമാണത്. എന്താണ് ആ അധ്യായത്തിന് അർത്ഥം? ബാബു സുഹൂലത്തി വസ്സമാഹത്തി ഫിശ്ശറാഇ വൽ ബൈഅ. ബിസിനസ് രംഗത്തെ ധർമ്മം, കച്ചവട രംഗത്തെ എളുപ്പം, കച്ചവട രംഗത്ത് സൗകര്യമുണ്ടാക്കി കൊടുക്കുക, അവിടെ ധർമ്മം കാഴ്ചവെക്കുക, ഇത് പഠിപ്പിക്കുന്ന അധ്യായം. എന്താണ് അതിനകത്തുള്ള ഹദീസ്? മുത്ത് റസൂലിന്റെ ഒരു ദുആണ്. എന്താണ് ഈ ദുആ? അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാണ്, റഹിമല്ലാഹുംറഅൻ സഹലൽ ബൈഅ വസഹലൽ ശറാഅ വസഹലൽ ഇഖ്തിലാ. ആരംഭപ്പൂവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ, അല്ലാഹുവേ നീ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണമേ അല്ലാ, ഒരു മനുഷ്യന് നീ റഹ്മത്ത് നൽകണമേ അല്ലാ. ഏതാണ് ഈ മനുഷ്യൻ? ഏതാണ് ഈ മനുഷ്യന്? ഒരു ആലിമിന് നല്ല പറഞ്ഞത്, അവിടെ മുതഅല്ലിമിന് നല്ല പറഞ്ഞത്, 5 നേരം കൃത്യം ജമാഅത്തിന് വരുന്ന വ്യക്തിക്ക് നല്ല പറഞ്ഞത്. ഒരു മനുഷ്യന്, ഒരു വിഭാഗം ആളുകൾക്ക് നീ കരുണ നൽകണമേ അല്ലാ. ആരാണ് ആ കൂട്ടക്കാര്? സഹലൽ ബൈഅ, കച്ചവടം സിമ്പിളാക്കി, മേടിക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് എളുപ്പമുള്ള വിധത്തില്, നാട്ടുകാർക്ക് എളുപ്പമുള്ള വിധത്തില് കച്ചവടം സിമ്പിളാക്കി എളുപ്പാക്കി കൊടുത്തു. വസഹല ശറാ, ഉപഭോക്താക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. വസഹലൽ ഇഖ്തിലാ, ഒരു ദരിദ്രനായ ആള് അരി മേടിക്കാൻ വന്നു, പൈസപ്പല്ല, 1-ാം തീയതി എടുക്കാം, കഴിഞ്ഞ 1-ാം തീയതി കിട്ടിയിട്ടില്ലല്ലോ. ഈ പാവത്തിന്റെ നിവൃത്തികേട് കൊണ്ടാണ്. കൂടിയ വാഹനോ വസ്ത്രോ അല്ലെങ്കിൽ അലങ്കാര വസ്തു ഒന്നുമല്ല, അരിയാ മേടിക്കാൻ പോണേ, ഇവന്റെ നിവൃത്തികേട് കൊണ്ടുമാണ്. ആ സമയത്ത് ചരക്ക് കൊടുത്ത് സഹായിക്കുന്ന കടം കൊടുത്തുകൊണ്ട് സഹായിക്കുക, കട വീട്ടാൻ വേണ്ടി സഹായിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ പടച്ചോനെ, കരുണ നൽകണമേ പടച്ചോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ദുആ പാഴാവൂലല്ലോ, ആ ദുആ ഉറപ്പായിട്ടും അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ ദുആന്റെ ബറക്കത്ത് കിട്ടുന്ന കച്ചവടക്കാർ നാം ആകണമെങ്കിൽ കച്ചവട രംഗത്തുള്ള സകല ഉഡായിപ്പുകളും നിർത്തിവെക്കാൻ തന്നെ വേണം. എന്തൊക്കെയാണ് ഉഡായിപ്പുകൾ എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ബിസിനസ്സിലുള്ള റോങ്, ബിസിനസ്സിലുള്ള അക്രമങ്ങള്, ചതി, ചൂഷണങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ളുൽമുന്നാം, മൊത്തം ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന, പ്രയാസമാകുന്ന ചില ശല്യങ്ങൾ കച്ചവടക്കാരിൽ നിന്ന് വരും. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞത് ഭക്ഷ്യവസ്തുക്കളുടെ പൂഴ്ത്തിവെപ്പ്. കരിഞ്ചന്തയിൽ കൊള്ളലാഭം എടുക്കാൻ വേണ്ടി കരിഞ്ചന്തയിൽ വിൽക്കാൻ ഭക്ഷ്യവസ്തുക്കൾ പൂഴ്ത്തിവെക്കുന്ന കുറ്റം നമ്മൾ പറഞ്ഞല്ലോ, വിശദീകരിച്ചല്ലോ. ആ ആള് അള്ളാഹുമായിട്ട് ബന്ധമില്ല, ആ ആളുമായിട്ട് അള്ളാഹു ബന്ധം മുറിക്കും ചെയ്യും. അങ്ങേരെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല എന്നീ ഹദീസുകളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതുപോലെ ളുൽമുൻആം, മൊത്തത്തിൽ ജനങ്ങൾക്ക് ശല്യമാകുന്ന മറ്റൊരു അക്രമമാണ്, ബിസിനസ് രംഗത്തുള്ള മറ്റൊരു ചൂഷണമാണ് കള്ളനോട്ടുകൾ, വ്യാജ കറൻസികൾ, വ്യാജ നാണയങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുക. കള്ളനോട്ട് ഉണ്ടാക്കുക, കള്ളനോട്ട് ഉപയോഗിക്കുക, കള്ളനോട്ട് കൈമാറുക, ഇത് വലിയ കുറ്റ. നെറ്റിൽ നിങ്ങൾ കള്ളനോട്ടിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്ക്. ഓരോ വർഷവും എത്ര കേസുകളാണ്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കള്ളനോട്ട് വ്യാജൻ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തിയ കേസുകൾ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പോലും കള്ളനോട്ടടിക്കുക, വ്യാപകം. ഇത് ളുൽമുൻആം, മൊത്തം മനുഷ്യർക്ക് ശല്യമാകുന്ന ഒരു അപരാധമാകുന്നു. ഒരാളുടെ കയ്യില് കള്ളനോട്ട് വന്നെത്തിയാൽ ഒന്നുകിൽ ആ വ്യക്തി അറിയൂല. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പൈസ മേടിക്കുന്നു കൊടുക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ വരും, നമുക്കറിയില്ല ഇത് വ്യാജനാണെന്ന്. ഇത് കയ്യിലെത്തിയ ആള് വഞ്ചിക്കപ്പെടുകയാണ്.
ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഈ തുക നഷ്ടപ്പെട്ടേക്കാം. ഇതിനൊക്കെ സാധ്യത ഉണ്ട്. ചിലപ്പോൾ അറിയും, കയ്യിലെത്തുമ്പോൾ ഇത് വ്യാജനാണെന്ന് അറിയും. അറിഞ്ഞാൽ എന്താ സാധാരണ ചെയ്യല്? ഒരു 500 അല്ലെങ്കിൽ 200 നോട്ട് കള്ളൻ വന്നാല് അത് നമ്മൾ ഒന്നായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കെട്ടിലാണ് കയറ്റിയിട്ടാണ് വിടും. നമ്മുടെ തടി വട്ടാക്കുക. സാധാരണ എല്ലാം നിസ്കാരമുള്ള മുഅ്മിനായാലും മുസ്ലിം ആണെങ്കിലും എല്ലാരും ചെയ്യണ പണിയാ. കുടുങ്ങിയാലോ പഠിച്ചവൻ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വന്ന സ്ഥിതിക്ക് ഇത് തടി കൊണ്ട് ഒഴിവാക്കാം. ഇത് കിട്ടിയ സാധുവോ? അറിയാതെ കൈപ്പറ്റിയതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ചതിക്കപ്പെട്ടു. അറിഞ്ഞാണ് അയാളെ കയ്യിൽ കിട്ടിയെങ്കിൽ അയാൾ അടുത്ത ആൾക്ക് വലാ യസാലു യതറദ്ദദു ഫിൽ ഐദി, ജനങ്ങളുടെ കരങ്ങളിൽ അത് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വയഉമ്മുൽ ലററു, അതുകൊണ്ടുള്ള ഉപദ്രവം എല്ലാവരിലേക്കും വ്യാപിക്കും. വയകൂനു വിസ്റുൽ കുല്ലി റാജിഅൻ ഇലൈഹി, എല്ലാ ആളുകളുടെ കയ്യിലും ഈ കള്ളനോട്ട് സഞ്ചരിച്ച് ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടുമ്പോ എല്ലാ ബുദ്ധിമുട്ടിക്കുന്നതിന്റെയും എല്ലാ അക്രമത്തിന്റെയും കുറ്റം റാജിഅൻ ഇലൈഹി, ആദ്യമായി ഈ വ്യാജന നിർമ്മിച്ച വ്യക്തിയിലേക്ക് ഇത് മടങ്ങിപ്പോകും. ഫഇന്നഹു ഫതഹ ഹാദൽ ബാബ, ഇയാളാണ് ഈ നാശത്തിന് വാതിൽ തുറന്നത്. മനസ്സിലായില്ല? ജനങ്ങൾ ആരൊക്കെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാകും? ഈ കള്ള നാണയം അല്ലെങ്കിൽ കള്ള കറൻസി കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അതിന്റെ കുറ്റത്തിന്റെ ഉത്തരവാദി ആ നോട്ടടിച്ച നാണയം അടിച്ചുണ്ടാക്കിയ വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മൻ സന്ന സുന്നതൻ സയ്യിഅതൻ, ഒരു തെറ്റായ പ്രവണതയ്ക്ക് ഒരാൾ തുടക്കം കുറിച്ചു, അത് കള്ളനോട്ടടി ആയിക്കോട്ടെ, ഒരു തെറ്റായ പ്രവണതയ്ക്കൊരാള് തുടക്കം കുറിച്ചു, ഫഅമില ബിഹാ മൻ ബഅദഹു, ഇയാൾ മരിച്ചുപോയി. തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ച് ഇയാൾ മരിച്ചുപോയി. ഇയാൾക്ക് ശേഷം അതുകൊണ്ട് കുറ്റം ചെയ്തു പല ആളുകളും, എങ്കിൽ ഫകാന അലൈഹി വിസ്റുഹാ വമിസ്ലു വിസ്രി മൻ അമില ബിഹാ, ഇയാൾ ആ കുറ്റം ചെയ്ത നോട്ടടിച്ചതിന്റെ കുറ്റം ശിക്ഷ അയാൾക്കുണ്ട്. അതിന്റെ പുറമെ ആരൊക്കെ അത് തൊട്ടു, ആരൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടായി, ആരൊക്കെ ചൂഷണത്തിൽ പെട്ടു, വഞ്ചിക്കപ്പെട്ടു, ഇതിന്റെയൊക്കെ കുറ്റം, തത്തുല്യമായ കുറ്റം, ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ കുറ്റത്തിന്റെ സമാനമായ കുറ്റം ഇതിന് തുടക്കം കുറിച്ച വ്യക്തിക്കുണ്ടാകും. മഹാന്മാര് പറയുന്നുണ്ട്, ഇൻഫാഖു ദിർഹമിൻ സൈഫിൻ, ഒരു കള്ള നാണയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ 1 രൂപ കള്ളനോട്ട് അറിഞ്ഞും കൊണ്ട് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് അശദ്ദു മിൻ സരിഖതി മിഅതി ദിർഹമിൻ, 100 രൂപ മോഷ്ടിക്കുന്നതിലേറെ കുറ്റാണ്. മനസ്സിലാവേണ്ടതൊക്കെ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു 500 നോട്ട്. അത് പിടിച്ചപ്പോ തന്നെ മനസ്സിലായി, പിന്നെ അത് ഉപേക്ഷിച്ചു. ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. 1 രൂപ വ്യാജനാണെന്നറിഞ്ഞുകൊണ്ട് അത് വിപണനം നടത്തൽ, ക്രയവിക്രയം ചെയ്യൽ, ഉപയോഗിക്കൽ, അശദ്ദു മിൻ സരിഖതി മിഅതി ദിർഹമിൻ, 100 രൂപ മോഷ്ടിക്കുന്നതിലേറെ കുറ്റാണ്. എന്താ കാരണം? ലിഅന്ന സരിഖത മഅസിയത്തുൻ വാഹിദ, മോഷണം എന്നുള്ള ഒറ്റ കുറ്റാണ്, ഒരു കുറ്റാണ്. വഖത് തമ്മത്ത്, മോഷ്ടിക്കുന്നതോടുകൂടി ആ കുറ്റം അവിടെ അവസാനിച്ചു. മോഷണം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ മോഷ്ടിക്കുക എന്ന് തന്നെ എഴുതിക്കോ, നല്ല ഈ പറയുന്നത് കേട്ടോ. ആ മോഷണം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റം അവിടെ എൻഡായി. എന്നാൽ ഇത് ഈ ലോകത്ത് 10 കൊല്ലാണ് നിലനിൽക്കുന്നതെങ്കിൽ, ഈ വ്യാജൻ 100 കൊല്ലമാണ് നിലനിൽക്കുന്നതെങ്കിൽ, അത്രയും കാലം ജനങ്ങളെ ചൂഷണം ചെയ്തതിന്റെ അനന്തര ഫലം, ശിക്ഷ ഈ വ്യക്തി ഏൽക്കേണ്ടി വരും, പേറേണ്ടി വരും. മനുഷ്യൻ മരിച്ചാല് അവന്റെ കുറ്റങ്ങൾ എൻഡായി. നന്മകൾ 3 എൻഡാവൂല, തുടർന്നും ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. 3 നമുക്കറിയാലോ, ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ്. ഇങ്ങേര് പഠിപ്പിച്ചു കൊടുത്ത അനുസരിച്ച് എത്ര തലമുറ ജീവിക്കുന്നുവോ അതിനൊരു പങ്കങ്ങനെ വന്നുകൊണ്ടിരിക്കും. 1. 2 വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥനയുള്ള സജ്ജനങ്ങളായ മക്കള്, അതിന്റെ പങ്കങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങള്, അതിന്റെ പങ്കങ്ങനെ. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു തോട്ടാണ് വഖഫ് ചെയ്തെങ്കിൽ ആ തോട്ടം പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന കാലത്തോളം അതിന്റെ തണുപ്പും അതിന്റെ പ്രതിഫലവും വന്നുകൊണ്ടിരിക്കും. എന്നാൽ കുറ്റം ഒരു വ്യക്തി ഏത് തമ്മാടി ആയിക്കോട്ടെ, കുറ്റം അയാൾ മരിക്കുന്നതോടുകൂടെ എൻഡായി, പിന്നെ കുറ്റം ഉണ്ടാവില്ല. എന്നാൽ ഇത്തരം കുറ്റങ്ങൾ, ഏത് കുറ്റം? കള്ളനോട്ടുൽപാദനമടക്കമുള്ള
കുറ്റങ്ങളാണെങ്കിൽ ആ കുറ്റത്തിന്റെ തോതനുസരിച്ച്, ജനങ്ങൾ വെട്ടിൽ വീഴുന്നതിനനുസരിച്ച്, ജനങ്ങൾ ചൂഷണത്തിന് വിധേയരാകുന്നതിനനുസരിച്ച് ഉള്ള പങ്ക് ഈ മനുഷ്യൻ ഖബറിലാണെങ്കിലും അയാളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. കള്ളനോട്ടടിച്ച് മരിച്ചു ഏതാണ്, ഖബറിൽ കിടക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ കറങ്ങുന്ന കാലത്തോളം കുറ്റത്തിന്റെ പങ്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഖബറിലേക്ക്. ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മഹ്ശറയിൽ വിചാരണയും നേരിടേണ്ടി വരും. അള്ളാഹു പറയുന്നത് സൂറത്തു യാസീനിൽ ഞാനും നിങ്ങളും പാരായണം ചെയ്യാറുണ്ട്. 12-ാമത്തെ ആയത്ത് യാസീനിന്റെ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ وَنَكْتُبُ مَا قَدَّمُوا وَآثَارَهُمْ وَكُلَّ شَيْءٍ أَحْصَيْنَاهُ فِي إِمَامٍ مُبِينٍ. എന്താണ് പറഞ്ഞത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. മനുഷ്യരെ, നിങ്ങൾ മരിച്ചാൽ അങ്ങനെ മണ്ണോട് ചേർന്ന് തീരുന്നു വിചാരിക്കണ്ട. മരിച്ചവരെ തീർച്ചയായും നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വനക്തുബു മാ ഖദ്ദമു, അവർ മുൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും നാം എഴുതി വച്ചിട്ടുണ്ട്. അവർ ചെയ്ത സകല പ്രവർത്തനങ്ങളും നാം എഴുതി വച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ മാത്രമല്ല, ആക്ഷൻ മാത്രമല്ല, റിയാക്ഷനും വആസാറഹും, അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലവും നാം എഴുതി വെക്കുന്നുണ്ട്. അവർ ചെയ്തത് മാത്രമല്ല, അവരുടെ ആക്ഷനുകൾ മാത്രമല്ല, റിയാക്ഷനും, ആക്ഷന്റെ റിയാക്ഷനും വരും. അവർ ചെയ്ത പ്രവർത്തികളുടെ നന്മയാകട്ടെ തിന്മയാകട്ടെ അതിന്റെ അനന്തരഫലവും നക്തുബു, നാം എഴുതി വെക്കുന്നുണ്ട്. ഒരാളൊരു നന്മ ചെയ്തു, ആ നന്മയുടെ റിയാക്ഷൻ ലോകത്ത് വ്യാപിച്ചാൽ അതിനൊരു പങ്കുവരും, എഴുതി വെക്കും. തിന്മയാണെങ്കിൽ വആസാറഹും, അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ നാം എഴുതി വെക്കും. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ സംഗതികളും സർവകാര്യങ്ങളും വ്യക്തമായ ഒരു പ്രമാണത്തിൽ നാം ക്ലിപ്തപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സൂറത്ത് യാസീനിലൂടെ. അതുകൊണ്ട് ഈ കള്ളനോട്ട് കിട്ടിയാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കിട്ടിയാൽ പെട്ടെന്ന് പടച്ചമ്പുരാനെ ഇത് വേഗം ഒഴിവാക്കിയില്ലെങ്കിൽ എൻ്റെ തടിയിൽ കുടുങ്ങും, അല്ലെങ്കിൽ നഷ്ടം വരും എന്നുള്ള നിലക്ക് മറ്റുള്ളവർക്ക് ഒരിക്കലും കൊടുക്കരുത്. അത് ചതിയാണ്, അറിഞ്ഞ ചതിയാണ്. ഞാനൊരു കുഴിയിൽ വീണു, എന്നാ ഒരാളും കൂടി വീണോട്ടെ, അടുത്ത ആളും കൂടി വീണോട്ടെ, ഈ ചിന്ത ഒരു നല്ല മനുഷ്യന് പറ്റുമോ? അതുകൊണ്ട് വ്യാജനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും മറ്റൊരാൾക്കത് കൈമാറരുതേ. പിന്നെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നു, ഇതൊക്കെ ഒന്ന് പഠിക്കുക. നമ്മൾ കുറെ ആ കാലായാലും ഹൈളിന്റെ നിഫാസിന്റെ ഉദുവിന്റെ മസാല കേട്ട് പോകുന്നേ. ഇതൊന്ന് പഠിച്ചു നോക്കാം നമുക്ക്. ഇസ്ലാം പറയുന്നു പിന്നെന്താ ചെയ്യേണ്ട? അപ്പ കീറിക്കളയണം, അല്ലെങ്കിൽ അടുപ്പിലിട്ട് അഗ്നിയിലിട്ട് കരിച്ചു കളയണം. പറഞ്ഞിട്ടായാലും കൊടുക്കാൻ പാടില്ല. ഒരാളോട് പറയാതെ ഞാനൊരു ഇടപാട് നടത്തിയപ്പോൾ 2000 രൂപ മറ്റേ സാധനം കയറി ഇടയ്ക്ക്, അതുകൊണ്ട് ഇത് വച്ചോ, ഇത് ഞാൻ ഉപയോഗിക്കൂല, വച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാനും പാടില്ല. കാരണം അയാൾ മറ്റൊരാളെ ചതിക്കാനിടയുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെ ചെയ്യണം? അത് കീറിക്കളയണം, അത് അഗ്നിയിലിട്ട് നശിപ്പിക്കുക തന്നെ വേണം. നഷ്ടല്ലേ ഉസ്താദേ? നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ എന്തിനായി? ഞാനല്ലല്ലോ അത് അടിച്ചത്, ഞാൻ കബളിപ്പിക്കപ്പെട്ടതല്ലേ, അതുകൊണ്ട് എന്തിനാണ് ആ നഷ്ടം ഞാൻ പേർന്നേ? അതെനിക്ക് നഷ്ടം ചിന്തിക്കില്ല മുഅ്മിനെ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ, സത്യസന്ധനായ കച്ചവടക്കാരൻ കസ്റ്റമേഴ്സിനും നാട്ടുകാർക്കും എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന, സൗകര്യം ചെയ്തു കൊടുക്കുന്ന, ചൂഷണവും അക്രമവും ഒഴിവാക്കുന്ന സർവ കച്ചവടക്കാരെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ ആരംഭ റസൂലിന്റെ ദുആന്റെ ബറക്കത്ത് അതൊരു മുസ്ലിം കൊതിക്കും. അതുകൊണ്ട് അവിടുത്തെ നഷ്ടം, തൽക്കാല നഷ്ടം, അത് വകവെക്കൂല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഇഹ്യയിൽ കാണാം. സാമ്പത്തിക രംഗത്തുള്ള ഇത്തരം അച്ചടക്കങ്ങള്, കച്ചവടത്തിലുള്ള ഇത്തരം അച്ചടക്കങ്ങള്, ഏത് കസ്റ്റമേഴ്സിനെ ഒരു നിലക്ക് ഉപദ്രവിക്കാതെ, നാടിനെയും നാട്ടുകാർക്കും ശല്യം ചെയ്യാതെ, ഗവൺമെന്റിനെ പറ്റിക്കാൻ നോക്കാതെ. ചിലര് മനസ്സിലാക്കി ആൾക്കാരെ പറ്റിക്കലാ കുഴപ്പമെന്ന്, ഗവൺമെന്റിനെ പറ്റിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാ ചില വളവന്മാര് കണ്ടെത്തിയത്. ഒരു ചങ്ങാതി ഒരിക്കെ ഫോറസ്റ്റിലെ ചന്ദനം വെട്ടി പിടിച്ചുകൊടുന്ന്
കുടുംബത്തിലെ ഒരു ആലിമിന്റെ മുന്നിൽ കൊണ്ടുപോയപ്പോ എന്ത് വൃത്തികെട്ട പണിയാട്ടാ നീ ചെയ്തത്? ഉസ്താദെ അത് ഫോറസ്റ്റിൻ്റെതായിരുന്നു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഫോറസ്റ്റ് നിന്റെ വാപ്പാന്റെ ആണോ? ഫോറസ്റ്റിന്റെ ആണെങ്കിൽ കുഴപ്പമില്ലാന്നാ. ഗുരുതരമായ അപകടമാണത്. ഒരു വ്യക്തിൻ്റെത് പിടുങ്ങിയാലേ ഹജ്ജിന് പോകുന്ന നേരത്തെ ഇതേ കാക്ക അന്ന് ഞാൻ ആ ഇടപാട് നടത്തിയപ്പോൾ ചെറിയൊരു പറ്റിപ്പ് നടത്തിയിട്ടുണ്ട്, ഒന്ന് മാപ്പാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് ഞാൻ റിലീസ് ആകണം. എനിക്ക് പറയാം, ഗവൺമെന്റിന്റെ പൊതു ഖജനാവെന്ന് കട്ടാൽ ആരോടാ ചങ്ങാതിമാരെ പൊരുത്തപ്പെടിക്കുക? ആരോടാ പൊരുത്തപ്പെടിക്കുക? അതൊന്നും കഴിച്ചിട്ട് ഒരുത്തനും നന്നായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാരൊക്കെ ഇത് തിന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലത്ത് നിന്ന് മാത്രമല്ല, ഇയാള് തട്ടിപ്പോയ മക്കളായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. പുഴുത്തു നാറും. കണ്ടിട്ടില്ലേ ചിലതൊക്കെ അപമാനിതരായി ഇളിഭ്യരായി ബഹുജന സമക്ഷം നാറിയിട്ട് കുളന്തോണ്ടെന്ന് അനുഭവിച്ചേ പോകൂ. അതാണ് പൊതുധനം. എന്താകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, ഇത്തരം കച്ചവട രംഗത്തുള്ള സത്യസന്ധത, കച്ചവട രംഗത്തുള്ള മര്യാദ അത് പാലിക്കുക എന്നത് അശദ്ദു മിനൽ മുവാലബത്തി അലാ നവാഫിലിൽ ഇബാദാത്തി, പുണ്യകരമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന പതിവാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്. മനസ്സിലായില്ല? കച്ചവടത്തിൽ നേരും നെറിയും കാണിക്കുക എന്നുള്ളത് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസാണ്. സൽക്കർമ്മം വർദ്ധിപ്പിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ അറഫാ ദിവസം വന്നപ്പോ നമ്മൾ നോമ്പ് പിടിച്ചു, എളുപ്പാണ്. പെരുന്നാൾ നമ്മൾ നിസ്കരിച്ചു, എളുപ്പാണ്. ഉലുഹിയത്ത് നമ്മൾ അറുത്തു, എളുപ്പാണ്. അതാ ഓളത്തിൽ നിന്നപ്പോ അങ്ങനെ അതൊക്കെ നടന്നുപോയി. എന്നാൽ ഒരു 2000 രൂപയുടെ വ്യാജ കറൻസി നമ്മുടെ നോട്ടുകെട്ടിനിടയിൽ കേറിയത് നമ്മൾ അറിഞ്ഞാൽ അത് കീറിക്കളയാനോ അത്ര എളുപ്പമുണ്ടാവില്ല. ആ ഉലുഹിയത്ത് അർത്ഥം അത്ര എളുപ്പമുണ്ടാവില്ല. വലിയൊരുനാൾക്ക് നിസ്കരിക്കാൻ വന്ന അത്ര സുഖം ഉണ്ടാവില്ല. അറഫന്റെ അന്ന് നോമ്പ് പിടിച്ച അത്ര സുഖം ഉണ്ടാവില്ല. ഇതങ്ങോട്ട് കീറിക്കളയാൻ ഉണ്ടാവോ? മഹാന്മാര് പറയുന്നുണ്ട്, പരമസത്യസന്ധനായ ഒരു ബിസിനസ്സുകാരൻ, ഒരു കച്ചവടക്കാരൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ്. ആരെക്കാൾ? മിനൽ മുതഅബ്ബിദി, ആരാധനകൾ വർദ്ധിപ്പിച്ച് ഊത്തും പാട്ടും ദിക്റും സുന്നത്തും ഔറാദും ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു ഭക്തനേക്കാൾ അള്ളാഹുവിനേറെ ഇഷ്ടം സത്യസന്ധനായ ഒരു കച്ചവടക്കാരനെയാണ്. മഹാന്മാര് ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇമാം ഗസാലി റഹിമഹുല്ല ഒരു ചരിത്രം, പഠനാർഹമായ ചിന്താർഹമായ ഒരു ചരിത്രം അതിന്റെ കൂടെ ഇഹിയയിൽ രേഖപ്പെടുത്തിയത് കാണാം. സലഫുസാലിഹുകളിലെ നമ്മുടെ മാതൃകാ പുരുഷന്മാരിലെ മഹാരഥന്മാരിൽപ്പെട്ട ഒരു യോദ്ധാവ്, ഇസ്ലാമിക സമരരംഗത്ത് നിറസാന്നിധ്യമായി നിന്ന് ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ കാഴ്ചവെച്ച ഒരു ധീര മുജാഹിദ്, അശ്വാരൂഢനായ ഭടൻ, തന്റെ പരിശീലനം സിദ്ധിച്ച കുതിരപ്പുറത്തേറി ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സമരം ചെയ്ത ഒരു ധീരനായ മുജാഹിദ്. അദ്ദേഹം പറയാണ്, ഞാൻ പതിവ് പോലെ സമരരംഗത്തേക്ക് എന്റെ പരിശീലനം സിദ്ധിച്ച കുതിരപ്പുറത്ത് ഞാൻ പോവാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോവാണ്. അന്ന് ഞാൻ ഇറങ്ങി പുറപ്പെട്ട് ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് എന്റെ കുതിരയുടെ കടിഞ്ഞാൻ അഴിച്ചുവിട്ടപ്പോൾ കുതിര വഴങ്ങുന്നില്ല, കുതിര റോങ്. ഞാൻ ഒന്നുകൂടെ കുതിരയെ കീഴ്പ്പെടുത്താൻ നോക്കി, വേറെ റൂട്ടിന്. മൂന്നാമതും നോക്കിയിട്ട് കുതിരക്കെന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ. പടച്ചോനെ, ഇങ്ങനെ ഞാൻ പോയാൽ നടക്കൂലല്ലോ. തിരിച്ചു, സമരമുഖത്ത് നിന്ന് തിരിച്ചു പോന്നു. ഞാൻ എന്റെ കൂടാരത്തിൽ എന്റെ ടെന്റിലും എത്തി, നിരാശനായി. പടച്ചോനെ, നല്ല വിലയുള്ള നല്ല ട്രെയിനിങ് കിട്ടിയ എന്റെ കുതിരയ്ക്ക് എന്തു പറ്റി പടച്ചോനെ? ഇന്നെന്റെ ഈ സൽക്കർമ്മം പാഴായല്ലോ പടച്ചോനെ. നിരാശയോടുകൂടെ ആ ടെന്റിൽ ഇങ്ങനെ തലവെച്ചൊന്നു മയങ്ങി. കുതിരയെ ടെന്റിന്റെ കാലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആ മയക്കത്തിൽ ആ മഹാത്മാവ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? കുതിര സംസാരിക്കുന്നു. എന്താ സംസാരിക്കുന്നത്? അല്ലെങ്ങാതി സാധാരണ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരമുഖത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോ ഞാൻ വഴിപ്പെട്ടില്ലല്ലോ? ഇല്ല. 3 തവണ നീ എന്നെ നിയന്ത്രിച്ച് നോക്കിയല്ലോ? അതെ. ഞാൻ വഴിപ്പെട്ടില്ലല്ലോ? ഇല്ല. എന്തേ? കാരണം അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. വഅൻത ബിൽ അംസി ഇഷ്തറൈത ലി അലഫൻ വദഫഅത ഫീ സമനിഹി ദിർഹമൻ സായിഫ. ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്.
കുതിര പറയുന്നത് ഇദ്ദേഹത്തിന് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നലെ നീ എനിക്ക് കാലിത്തീറ്റ, എനിക്കുള്ള ഭക്ഷണം വാങ്ങിയപ്പോൾ, ഭക്ഷണം വാങ്ങി അതിന് വില കൊടുത്ത കൂട്ടത്തില് ദിർഹമൻ സായിഫൻ, ഒരു വെള്ളി നാണയം വ്യാജനായിരുന്നു, വെള്ളി പൂശിയ കള്ള നാണയായിരുന്നു. അത് എന്റെ തീറ്റ മേടിച്ചപ്പോൾ ആ കള്ള നാണയം കൊടുത്തപ്പോ എന്റെ വയറ്റിൽ ഹറാമായി. ഈ ഹറാമും കൊണ്ടൊരു നല്ല കാര്യത്തിലേക്ക് പോകാൻ എന്റെ റബ്ബൻ അനുവദിച്ചില്ല. പടച്ചോനെ, ഇത് കേട്ടപ്പോ ഞെട്ടി ഉണർന്ന് ഓടി ആ കാലിത്തീറ്റ കടയിലേക്ക് പോയി. ഞാൻ ഇന്നലെ തന്ന വെള്ളി നാണയങ്ങൾ എവിടെ? അയാൾ ആ കിഴിയിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒരു വ്യാജ ദിർഹം കണ്ടെത്താനായി പകരം കൊടുത്തു. ക്ഷമാപണം നടത്തി അറിഞ്ഞു വെച്ച് ചെയ്തതല്ല ട്ടോ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, കുലൂ മിനത്ത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹാ. നല്ലത് തിന്നാലേ നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നല്ലത് മോശപ്പെട്ട് തിന്നിട്ട് നല്ലത് ചെയ്താൽ തന്നെ പാഴുവേലയാണത്. മോശം കഴിച്ചാൽ നല്ലത് ചെയ്യാൻ സാധ്യമല്ല. ഇനി അതിന്റെ രൂപമൊന്ന് കാട്ടിക്കൂട്ടാൻ പറ്റിയാൽ തന്നെ അത് ഫലവത്താവുകയില്ല, അത് അർത്ഥശൂന്യമാകും, പ്രതിഫലം അതിനൊരിക്കലും ലഭിക്കുകയില്ല. അള്ളാഹു അംബിയാ മുർസലുകളെ വിളിച്ചിട്ട് പോലും പറഞ്ഞത് കുലൂ മിനത്ത് ത്വയ്യിബാത്ത്. നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളുടെ സമുദായം പല തരക്കാരുണ്ടാവും, അവരൊക്കെ സൽക്കരിക്കുന്നിടത്ത് പോയിട്ട് എല്ലാം വെട്ടി വിഴുങ്ങണ്ട. കുലൂ മിനത്ത് ത്വയ്യിബാത്ത്, പരിശുദ്ധമായത് മാത്രം കഴിക്കുക. വഅമലൂ സ്വാലിഹാ, എന്നിട്ട് നല്ലത് ചെയ്യുക. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം അതാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ, പുണ്യങ്ങൾ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, സൽക്കർമ്മങ്ങൾ എമ്പാടും നമ്മിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ഡിമാൻഡ് പാലിച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കൊക്കെ ചെറിയ വ്യതിയാനം വരുമ്പോൾ അതപ്പം തന്നെ അള്ളാഹ് ഇടപെട്ട് തിരുത്തുകയാണ്. പോ ഈ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒരു സത്യസന്ധനായ കച്ചവടക്കാരൻ നമുക്കാകണം. അള്ളാഹുവിന് പ്രിയപ്പെട്ട ആൾ നമുക്കാകാനാകണം. മുത്തുനബിയുടെ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്കും പങ്കാളികളാകണം, പങ്ക് കിട്ടണം. അതിന് ഇൻഷാ അല്ലാഹ് ഏതാനും ആഴ്ചകൾ കൂടെ ഈ രംഗത്തുള്ള അക്രമങ്ങളും ചൂഷണങ്ങളും നമുക്കിവിടെ പറയാം. അതൊക്കെ അറിയാതെ സംഭവിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് രാജിയാവുക. ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനോഹരമായ സാമ്പത്തിക നയം നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാം, പിന്തുടരാം. അള്ളാഹു അതിന് നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ.